കാലഹരണപ്പെട്ട മോട്ടോർ വാഹന മേഖലയിലെ നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ചിറ്റൂർ താലൂക്ക് വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. മോട്ടോർ വാഹനങ്ങളുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ OTP നമ്പർ ലഭിക്കാൻ കാലതാമസം വരുന്നത് പരിഹരിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ OTP നമ്പർ കൊടുക്കാതെ തന്നെ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നു. വാഹന വിൽപ്പന കരാറിലെ നിബന്ധനകൾ കേരളത്തിൽ സങ്കീർണമാണ്. ഇത് ലഘൂകരിക്കണം. യൂസ്ഡ് വാഹന വിൽപ്പന ഏജൻസികൾ, ഏജന്റുമാർ എന്നിവർക്ക് രജിസ്ട്രേഷൻ, ക്ഷേമനിധി എന്നിവ നടപ്പിലാക്കണമെന്നും ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. കൊടുവായൂർ പിട്ടുപീടികയിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗം ജില്ലാ പ്രസിഡന്റ് ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. വാഹനങ്ങളുടെ പേരിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ മെമ്പർമാരുടെ കുടുംബത്തിൽ വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഓടാനുള്ളത് ഫ്രീ ആയിട്ട് ഓടും, എണ്ണ വാങ്ങിയിട്ട് ഓടുന്നത് എണ്ണ വാങ്ങിയിട്ട് ഓടും, വാടക വാങ്ങിയിട്ട് വാങ്ങേണ്ടത് വാടക വാങ്ങിയിട്ട് ഓടും. അത് പൊതുജനത്തിനായാലും എന്തായാലും ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ ഈ വണ്ടിയിൽ 2 കൊല്ലം പണിയെടുത്ത് കൊണ്ടൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പഞ്ചായത്തിൽ ജോലി കിട്ടും ഡ്രൈവറായിട്ട്. പാലക്കാട് താലൂക്ക് കമ്മിറ്റി എന്ന് അവിടെ വന്നു. പാലക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ മെമ്പറാണ്. നമ്മൾ ലെറ്റർ കൊടുത്തു, 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞിട്ട്. അയാൾ നിരന്തരം ഒരുപാട് കാലത്തെ ഡ്രൈവറാണെന്ന് നമുക്കറിയാം. അയാൾക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് ജോലി കിട്ടും. അത് ഈ ID കാർഡ് പേരിലാണ് നമ്മൾ കൊടുത്തത്. അയാളുടെ ബന്ധങ്ങളുടെ മുകളിലാണ് നമ്മൾ കൊടുത്തത്. നമ്മളിപ്പോൾ ഇരിക്കുന്നവരൊക്കെ ഒരുപാട് കാലങ്ങളായിട്ടില്ല. നമ്മൾ ഈ സംഘടന വരുന്നതിന് മുന്നേ ഉള്ള പറ്റേക്കാരാണ് ഇരിക്കുന്നതൊക്കെ. കുറേ അവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയും. രാജനാരാണ്, ഇവിടെ ഇരിക്കുന്നവരാണ്, അവിടെ ഇരിക്കുന്നവരാണ്, എല്ലാവർക്കും അറിയുന്നവരാണ്. AT ഗുരുവായൂരപ്പൻ അധ്യക്ഷത വഹിച്ചു. പ്രകാശൻ, വിനോദ് കുമാർ, ശ്രീജിത്ത് ശിവകുമാർ, സലീം മറ്റത്തൂർ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. UTV ന്യൂസ്, പാലക്കാട്.